ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനി ആ ഭരണം ഏറ്റെടുത്തിരിക്കുകയാണ്. എന്നാൽ ഒരൊറ്റ വേദികളിൽ പോലും മുജ്തബ ഖമേനിയെ കാണാനായി സാധിച്ചില്ല എന്നുള്ളത് പലരിലും ആശങ്ക പടർത്തുന്ന ഒരു സംഭവമാണ്. മുജ്തബ ഖമേനി എവിടെയാണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മുജ്തബ ഖമേനി ഗുരുതരമായിട്ടുള്ള പരിക്കുകളോട് മല്ലിടുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വലിയ ആക്രമണത്തിൽ പരിക്കേറ്റതിനാൽ മോസ്കോയിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. മുജ്തബ ഖമേനിയെ റഷ്യ റാഞ്ചിയിരിക്കുന്നു. അദ്ദേഹത്തെ മോസ്കോയിൽ വെച്ച് റഷ്യ ചികിത്സിക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാലുകളിൽ 3 ശസ്ത്രക്രിയകൾ അദ്ദേഹത്തിന് ഇതോടകം തന്നെ നടത്തിക്കഴിഞ്ഞു. കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നേക്കാം എന്നും പറയപ്പെടുന്നുണ്ട്. അതിനാൽ ഒരു കൃത്രിമ കാലും ആവശ്യമായി വന്നേക്കാം. കൂടാതെ ഒരു കൈക്കും ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മുഖവും ചുണ്ടുകളിലും ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. അതിനാൽ അദ്ദേഹത്തിന് സംസാരിക്കാനും പ്രയാസമുണ്ട്. പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനാക്കേണ്ടി വരുമെന്ന് ഡോക്ടർമാർ പറയുന്നു. കാരണം പൊള്ളലേറ്റത് കൊണ്ട് തന്നെ മുഖം വളരെയധികം വികൃതമായി പോയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഫെബ്രുവരി 28-ന് നടന്ന ഒരു വൻ വ്യോമാക്രമണത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുകയും മുജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സുരക്ഷിതമായ സ്ഥലത്ത് അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മോസ്കോയിൽ ചികിത്സയിലാണെന്നാണ് മാധ്യമങ്ങളെല്ലാം തന്നെ പടച്ചുവിടുന്നത്. നിലവിൽ അദ്ദേഹത്തിന് ഒരു ഉത്തരവും നൽകാൻ കഴിയില്ല. രാജ്യത്തെ സംബന്ധിച്ച തീരുമാനങ്ങൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും മുതിർന്ന ഉദ്യോഗസ്ഥരുമാണ് എടുക്കുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ന്യൂസ് ഡെസ്ക്.